ചെയ്തത് അമ്മ വെക്കൂടെ എന്തിനു ബാബ ഞാൻ ചെയ്തത്? എന്തിനു മുത്തേ? അമ്മക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അമ്മന്റെ കുട്ടി അടുത്തേക്ക് പോയില്ലേ? എന്തിനു ബാബ? എനിക്ക് വയ്യല്ലമ്മ, എനിക്ക് വയ്യ. പിന്നെ മുത്തേ, മുത്തേ, അമ്മന് ബാവേ, അമ്മന് എന്തിനൊറ്റക്കാക്കി പോയി ബാവേ? എന്തിനുമ്മ അമ്മന് ഒറ്റക്കായി പോയില്ല? അമ്മന്റെ മുത്ത്, അമ്മനെ ഒറ്റക്കാക്കി പോയില്ല ബാവേ? അമ്മനെ വിട്ടൂടെ അമ്മ? അമ്മ സന്തോഷത്തോടു കൂടി അമ്മക്ക് കുട്ടിക്ക് എന്ത് വിഷമുണ്ടെങ്കിലും അമ്മ നിൽക്കൂലേനിയോ? എന്തിനു ബാവേ? അറിയാത്ത ചെയ്യാത്ത കുറ്റത്തിന് അമ്മ കുട്ടീനെ ശിക്ഷിച്ചല്ല ഭഗവാനെ. എന്റെ ഈശ്വര, എന്നെ വേഗം കൊണ്ടുപോയാൽ മതി. എന്റെ കുട്ടീനെ എനിക്ക് വയ്യ, എനിക്ക് വയ്യ ജീവിക്കാൻ. ഇതിനെ കാണാതെ എന്റെ മുത്തിനെ കാണാതെ കൂട്ടിയില്ലാതെ പറ്റില്ല എന്നുള്ളത്. ഞാനിങ്ങനെ 10-25 ദിവസമല്ലേ അമ്മനെ മുത്തിനെ അമ്മ കണ്ടിട്ട് പാവേ. എനിക്ക് ഇനി എന്താ ഞാൻ ചെയ്യും? എനിക്ക് യാതൊരു ഉറപ്പില്ല. എന്താ ഞാൻ ചെയ്യുക? ഇങ്ങനെ കണ്ട് ഭഗവാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്തിക്കട്ടെ. അതാലോചിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇനി ഭഗവാൻ അത് വേണം. എൻ്റെ കുട്ടീൻ്റെ അടുത്ത് കഴിവ് തന്നെ എത്തിക്കുന്നില്ലാതെ എന്നെ ഇവിടെ ഇങ്ങനെ കിടത്തല്ലമ്മ, എന്നെ ഭൂമിയിലിട്ടേക്കല്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കണേലേ ഒക്കെ ഏട്ടൻ്റെ മോനാ. എനിക്കതൊന്നും അറിയില്ല, ഒന്നും ഞാൻ അറിയില്ല. ഒക്കെ അവൻ്റെ അടുത്തുണ്ട്. ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാണ്. ഒരു തെറ്റും ചെയ്തിട്ട് അന്ന് കണ്ണൂരിൽ നിന്നും കൂടി എന്നെ വിളിച്ചത് എൻ്റെ മമ്മിയാ, ഞാൻ ട്രെയിന് കയറാൻ പോവുകയാണ് മമ്മിയാ, എന്നാൽ ഫോൺ വെച്ചാലേ മമ്മി ട്രെയിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട് ആരോണ് അവനെ വിളിച്ചത്. എടാ അങ്ങനെ ഈ ഇപ്പം കണ്ണൂരിൽ നിന്നൊരു ബസ് പോയിക്കണം. ഞാൻ ബസ്സിൽ പോയി. എടാ എൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് പിറ്റേ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത്. അപ്പം ഒന്നിടണ എന്ത് വീഡിയോ ഈ ബസ്സിൽ പോയി. ആ ബസ്സിൽ പോയി, ബസ്സിലൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ പെണ്ണ് വേണച്ചിട്ട് ചെയ്തതാണ് ഇതൊക്കെ. ഈ പെണ്ണ് കള്ളത്തി എൻ്റെ കുട്ടീൻ്റെ കാലനായിട്ട് കയറിയതിൽ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകാനായിട്ട്. ഈ പെണ്ണ് വേണം. എന്നിട്ട് കുട്ടി അറിഞ്ഞിട്ടും കൂടിയില്ല. ഈ പെണ്ണ് ഫോട്ടോ എടുത്തതൊന്നും കുട്ടി അറിഞ്ഞിട്ടില്ല. എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ വേറെ ഏതും കുട്ടികളെ കുറച്ച് ധൈര്യമുള്ള മക്കളായിട്ട് പിടിച്ചു നിൽക്കും. പക്ഷേ എൻ്റെ കുട്ടി അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റാണ്. ആരോടൊന്നിനും ചെയ്യാനും പോകില്ല, ആരും ഇങ്ങോട്ടും പഠിക്കില്ല, ആർക്കും അങ്ങോട്ടും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു കുട്ടി. ഒരാൾ ഈ വയസ്സ് വരെ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല. ഒരാൾ ചെറിയ കുട്ടീനും വലിയ കുട്ടീനും ആരും എന്നെ അറിയണവരോ അവനറിയണോ ഇവിടെ അടുത്തുള്ള എല്ലാവരോടും ചോദിച്ചാലറിയാം എൻ്റെ മോനെ കൊണ്ട്. ഒരാളെ കൊണ്ട് അവൻ കുറ്റം പറയാനും പോവില്ല. ഒരു പ്രത്യേക ഒരു സ്വഭാവം. ആരെ ദേഷ്യപ്പെടുന്നു, എല്ലാവരും സ്നേഹിക്കാമെന്ന് മാത്രമേ കുട്ടി ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം. അമ്മാരി മോന് ഈ ഒരു അനുഭവമായി പോയി കിട്ടിയത്. സഹിക്കാൻ കഴിയില്ല. ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിട്ട് നിൽക്കുക. ഞാൻ അപ്പം അവൻ്റെ റൂമിൽ കയറി കിടക്കും. ഒരു പനിയോ തലവേദനയോ വന്നാൽ അപ്പം ഞാൻ മമ്മി എന്താ ഇവിടെ കിടക്കണം, മമ്മി അങ്ങോട്ട് കൂടെ അല്ല മോനെ, മമ്മിക്ക് പനി വന്നോട്ടെ, ഞാൻ എൻ്റെ അടുത്ത് കൂടെ അങ്ങനെയാണ് ചെയ്യുക. ഇതൊരു വാക്ക് പോലെ എൻ്റെ അടുത്ത് മിണ്ടിയില്ല അവൻ. എന്താ എനിക്കറിയില്ല. അങ്ങനെ കുട്ടി എന്തോ ഭഗവാൻ്റെ മോനെ എൻ്റെ മുഖം മറച്ച് വെച്ചിട്ട് ചെയ്താണ്. എൻ്റെ മുഖം ആലോചിക്കാതെ എൻ്റെ കുട്ടി ചെയ്ത് മറ്റേ കുട്ടി പോവില്ല ഒരിക്കലും. എൻ്റെ കുട്ടി എനിക്ക് മദ്യം അയക്കണേ, ജീവിക്കാൻ വയ്യ എനിക്ക്. എന്തൊക്കെയാണ് ഞാൻ കേസുകളെ കുറിച്ച് വക്കീലിലേക്ക് ഏർപ്പാട് ചെയ്താണ്. ഒരു വേണ്ട ജോലി ചെയ്തോളൂ. 2-3 വർഷം കഴിഞ്ഞു. 20 ദിവസമായില്ലേ? പോകുന്നു. അതിന് ആ വക്കീലിനൊക്കെ വേണ്ട വക്കീലിനൊക്കെ ഏർപ്പാട് ചെയ്തു. ഏട്ട മോനാണ് ഏർപ്പാട് ചെയ്തത്. മോനതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് നമ്മൾ നല്ല ശിക്ഷ കിട്ടും വേണം. അതന്നെ, അതൊന്നും യാതൊരു ഇതില്ല. അതൊന്നും പുറത്ത് പോകണ പരിപാടി പാടില്ല. ഇനിയിപ്പോൾ അവൾ പറഞ്ഞിട്ടിട്ട് ഇങ്ങനെ നടക്കും നല്ല ബോംബിൽ. അവർക്കിപ്പോൾ ഒരു പറഞ്ഞല്ല, ആരും കാണൂല്ല, ഒന്നും അറിയില്ല.
എല്ലാം പരസ്യം ചെയ്യാം. എന്തായാലും വക്കീലിലേക്ക് ആർപ്പിടരുത്. ഞാൻ ആദ്യം ചെയ്തിട്ടില്ലാതെ കാര്യം പഴയ ഏട്ടനും മോനാണ് അത് നടക്കുന്നത്. നമ്മുടെ നിയമം ശക്തമായി മുന്നോട്ട് അത് പോകും. മുന്നോട്ട് പോകും, അത് ഉറപ്പാ. ജാമ്യത്തിലൊക്കെ നമ്മൾ കക്ഷിയായിരുന്നായിരുന്നല്ലോ അല്ലേ? ഇനിയിപ്പോ അടുത്ത കേസിന്റെ വിചാരണയിൽ നമ്മളുണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.